7 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് 2019 മുതൽ 2050 വരെയുള്ള കലണ്ടറിൽ ഡേറ്റും തീയതിയും പറഞ്ഞു കൊടുക്കുമ്പോൾ ദിവസം പറയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. മോനെ ആയിഷ 2025 ഫെബ്രുവരി 10 ഏത് ദിവസമാണ്? തിങ്കളാഴ്ച. നേരത്തെ ഇങ്ങനെ ഒരു കഴിവ് ഞങ്ങളുടെ പറയും, ഓരോ ദിവസവും ഡേറ്റും എല്ലാം പറയും, പക്ഷെ ഞങ്ങളത് അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. 2048 ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 ശനി. ഭൂമിയുടെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് പറഞ്ഞ സ്ഫടികത്തിലെ ചാക്കോ മാഷിനെ മലയാളികൾ ഒരിക്കലും മറക്കില്ല. ഇവിടെ കൊച്ചു കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ തിരുവനന്തപുരം ജില്ലയിൽ നാവായിക്കുളം ഗവൺമെൻറ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആയുഷ് കണക്കുകൾ കൊണ്ട് അത്ഭുതം തീർക്കുകയാണ്. 2019 മുതൽ 2050 വരെയുള്ള വർഷങ്ങളിലെ ഏത് ദിവസത്തെക്കുറിച്ച് ചോദിച്ചാലും ശരിയായ ഉത്തരം നൽകുവാൻ ആയുഷിന് വേണ്ടത് സെക്കൻഡുകൾ മാത്രം. ഞങ്ങളുടെ നാവായിക്കുളം ഗവൺമെൻറ് LPSൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളുടെ കൊച്ചുമിടുക്കനാണ് ആയുഷ്. അപ്പം ആയുഷിനെ നമ്മൾ പരിചയപ്പെടുന്നത് ഗണിതത്തിനോട് വളരെ താല്പര്യമുള്ള ഒരു കുട്ടിയായിട്ടാണ്. അപ്പോൾ ക്ലാസ് ടീച്ചറാണ് എന്നോട് വന്ന് പറയുന്നത് കലണ്ടറിലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിനും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ആയുഷ്. അപ്പോൾ ഞാൻ അടുത്ത് വിളിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവനിലുള്ള പ്രത്യേകതയെന്ന് പറയുന്നത് ഏത് വർഷവും മാസവും പറഞ്ഞാൽ ആ കൃത്യമായ ഡേറ്റ് പറഞ്ഞാൽ ആ ദിവസം ആയുഷ് കൃത്യമായിട്ട് പറയും. ഇപ്പം നമ്മുടെ ആയുഷിനോട് നമ്മൾ തീയതി ചോദിച്ചാൽ ആ ദിവസം പറയുന്നത് നമുക്കൊന്ന് നോക്കാം. മോനെ ആയുഷ് 2025 ഫെബ്രുവരി 10 ഏത് ദിവസമാണ്? 2025 ഫെബ്രുവരി 10 തിങ്കളാഴ്ച. ഉത്തരം ശരിയാണ്. 2048 ഓഗസ്റ്റ് 15 ശനി. ആയുഷിന്റെ കഴിവുകൾ മനസ്സിലാക്കിയ ക്ലാസ് ടീച്ചർ സ്കൂളിലെ പ്രധാന അധ്യാപികയോടും സഹപ്രവർത്തകരോടും വിവരം പങ്കുവച്ചതോടെയാണ് സംഭവം വീടും നാടും അറിയുന്നത്. അത് ആദ്യം ഇവൻ തന്നെ എന്നോട് പറയുകയാണ് ചെയ്തത്, ടീച്ചറെ എനിക്ക് കലണ്ടറിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാനിങ്ങനെ പറയും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയിപ്പിച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ അത് ഇവിടെ ബാക്കിയുള്ള സ്റ്റാഫിനെയൊക്കെ അറിയിച്ച് പേരൻസിൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവർ അത് വീഡിയോ എടുത്ത് അയച്ചു തന്നപ്പോൾ ഞാൻ ഇവിടുത്തെ PTA മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു. അപ്പോൾ എല്ലാവർക്കും അതൊരു താല്പര്യമായിട്ട് തോന്നി. അവ ഇത്രയും കാരണം അവൻ്റെ ഏജ് നമ്മൾ നോക്കണം, 2ാം ക്ലാസ്സിലായതേ ഉള്ളൂ, 7 വയസ്സേ ഉള്ളൂ. ആ 7 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് 2019 മുതൽ 2050 വരെയുള്ള കലണ്ടറിൽ ഡേറ്റും തീയതിയും പറഞ്ഞു കൊടുക്കുമ്പോൾ ദിവസം പറയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് പോലും നിസ്സാരമല്ല, നമുക്ക് പോലും അത് പറ്റത്തില്ല. PSC പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലും നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് കണ്ടുപിടിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ടാലൻറ്റ് ഈ കുട്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെന്തായാലും നമുക്ക് അത് പുറത്തു കൊണ്ടുവരണം. അപ്പോൾ ഞാൻ പേരൻസിനോട് പറഞ്ഞു, അവർ വീഡിയോ എടുത്ത് അയച്ചു തന്നു. പിന്നീട് എനിക്ക് അവിടെ കൊണ്ടങ്ങ് നിൽക്കുന്നത് എനിക്ക് അതൊരു താല്പര്യമായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ അവരോട് തന്നെ ചോദിച്ചു, നമുക്ക് അവനെ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അത് താല്പര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ വഴി കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ ലോക റെക്കോർഡൊക്കെ നേടുന്ന തരത്തിലാവട്ടെ. സ്കൂളിലെ അത്ഭുത ബാലനായി മാറിയ ആയുഷിന്റെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാൻ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകി ഒപ്പം നിൽക്കുകയാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും. ന്യൂസ് ഡയറി കേരളം, കല്ലമ്പലം.